Hello guys and welcome back to Alan Explainer. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സോളോ ലെവലിംഗിലെ സീസൺ 2 എപ്പിസോഡ് 5 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടങ്ങാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാര്യം മിക്കവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുപോകുന്നത്. കഴിഞ്ഞ 4 വീഡിയോസും 10,000-ന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്താണ് പോയിട്ടുള്ളത്. അതുപോലെ ലൈക്ക് ഇട്ടിട്ടില്ലായിരുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്കുള്ളൊരു മോട്ടീവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തതിനു ശേഷം തുടങ്ങാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് 4 എവിടെ നിന്ന് എൻ്റെ ചെയ്തോ അവിടെ നിന്നാണ് എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ വന്ന സംജിൻവോനെ ചാ വിളിക്കുന്നതിനടുത്താണ് എപ്പിസോഡ് 4 എൻ്റെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജീൻവോയുടെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവള് പറയുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവള് പിറകിലോട്ട് വന്നത്. അപ്പോൾ ജീൻവോട് ആക്ട് ചെയ്യണം. അവൻ പറയാണ് ഞാൻ കെയർലെസ് ആയിട്ട് ഇവിടെ അറിയാതെ വന്നതാണെന്ന് പറയാണ്. അപ്പോഴെങ്കിൽ ചാ പറയുന്നത് ഓക്കെ കുഴപ്പമില്ല, കൂടുതൽ നേരം നീ അവിടെ നിൽക്കുകയാണെങ്കിൽ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഹണ്ടേഴ്സിൻ്റെ അടുത്ത് ആ ബോസ് അഗ്രസീവ് ആവുന്നതായിരിക്കും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ പറയാണ് ചാവനോട്. അതിന് ജീൻവോ അവളുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൾക്ക് എന്തോ ഫീൽ ചെയ്യാണ്. അവൾ അപ്പം തന്നെ ജീൻവോ നിർത്തിയതിനു ശേഷം ജീൻവോ അടുത്ത് ഒരു മണത്തും ഒക്കെയാണ്. നീ ശരിക്കും ഹണ്ടർ തന്നെയാണോ, പേര് സംജിൻവോ എന്നാണോ, ഓക്കെ ഇനി എന്തായാലും ഈ വഴി വരണ്ട എന്ന് അവൾ അവനോട് പറയാണ്. അവിടെ നിന്ന് കേട്ട ജീൻവോ ഇപ്പൊ എംപ്ലോയീസിനോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു എംപ്ലോയി അവനോട് ചോദിക്കുകയാണ്, നീ ചോയിനോട് സംസാരിച്ചു അല്ലേ? നമ്മളൊന്നും അവളോട് സംസാരിച്ചിട്ടില്ല, അവൾ ദൂരെ നിന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവൾ ബോസിനെ ഫ്രണ്ടിൽ പോയതിനു ശേഷം നമുക്ക് വേണ്ടി കാവൽ നിൽക്കും. അവൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് നമുക്ക് വേണ്ടി. പിന്നെ അവൾക്ക് ഈ എംപ്ലോയീസിന് മണമൊന്നും ഇഷ്ടമല്ല. അവൾ എപ്പോഴും ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് അവളെ മൂക്കിനെ മറിച്ച് വെച്ചിരിക്കും. അപ്പോൾ ജീൻവോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, പക്ഷേ എന്നെ കണ്ടപ്പോൾ അവൾ ആ ഹാൻഡ് കർച്ചീഫ് എടുത്തില്ലല്ലോ, അവൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഒരു മണമല്ലേ അവൾക്ക് കിട്ടിയത്. ഇനി ഞാൻ ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന പ്ലെയർ ആയതുകൊണ്ടാണോ അവൾക്ക് സസ്പീഷ്യസ് ആയിട്ട് എന്നെ തോന്നിയത്? മറ്റേ റെഡ് ഗേറ്റിലെത്ത ആ ഒരു ഐ സെൽഫും ഇത് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും ഈ പ്ലെയർ ആരാണ് എന്ന് ജീൻവോ ഡൗട്ട് അടിച്ച് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ജീൻവോ ചെയ്ത ജോലിക്കുള്ള ശമ്പളം അവനെ ആ ഓർഡർ കൊടുക്കുകയാണ്. ജീൻവോ താനോട് വാക്ക് ചെയ്തുകൊണ്ട് തന്നെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി താമലെ മിഷൻ യൂസ് ചെയ്തവരെ ഞാൻ ഡൗട്ട് ചെയ്ത് പോയി, കാര്യം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് താൻ ജോലിയൊക്കെ ചെയ്ത് തീർത്തത്. സംജിൻവോ ഇനിയും ജോലിക്ക് വരാൻ പറ്റുമോ, എന്നാലും ശമ്പളം കൂട്ടി തരാം. അപ്പോൾ ജീൻവോ പറയാണ്, ഇല്ല സാർ ഈ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ വന്നത്. ഓക്കെ ഫൈൻ, പക്ഷെ നിനക്ക് 4 ദിവസത്തേക്ക് വേണ്ടി മാത്രം വരാൻ പറ്റുമോ, കാരണം നാളെ നമ്മുടെ ടീം എ റാങ്ക് ആയിട്ടും പിന്നെ സി റാങ്ക് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ജീൻവോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്ത് നാളെയോ മറ്റന്നാൾ വരെ എനിക്ക് റീവാലുവേഷൻ ഉണ്ടല്ലോ, എന്ത് നാളെയാണോ? അപ്പോഴെങ്കിൽ ജീൻവോ ആ മാനേജറിനോട് ചോദിക്കുകയാണ്, നാളെ നിങ്ങൾ ഒരേപോലെ 2 ഗേറ്റിലോട്ട് പോകുന്നുണ്ടോ? അത് പിന്നെ നമ്മുടെ ടീം നാളെയാണ് വരുന്നത്. നാളെ ടീം വന്നതിന് ശേഷം നാളെ ഒരേപോലെ എ റാങ്ക് ഗേറ്റിലും അതിനുശേഷം സി റാങ്ക് ഗേറ്റിലും പോകുന്നതായിരിക്കും. ഓക്കെ ഫൈൻ, അപ്പം എൻ്റെ പേര് നാളത്തെ മിഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യും? അപ്പോഴെങ്കിൽ മാനേജർ അവനോട് ചോദിക്കുകയാണ്, അപ്പം നീ നാളെ വരുമല്ലേ? നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്, അപ്പം നാളെ സാലറി ഞാൻ ഡബിൾ ആക്കുന്നതായിരിക്കും. എന്നാൽ മാനേജർ ജീൻവോയോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ ചായിനെ കാണിക്കുകയാണ്. അപ്പോൾ ചായൻ ഇപ്പോൾ ഒരു കോളിലാണ്. അപ്പോഴെങ്കിൽ ചായനാണെങ്കിൽ ആ കോളിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ മറ്റേ മിഷനിലുണ്ടായിരുന്ന സംജിൻവോനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണെങ്കിൽ ആ കോളുണ്ടായിരുന്ന ആൾ പറയാണ്, ആ ജീൻവോനെ പറ്റിയല്ലേ, ജീൻവോനെ പറ്റി ഷോ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഷോ ഇപ്പം അവൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇന്ന് അവനെ കണ്ടപ്പം എനിക്കെന്തോ ഫീൽ ചെയ്തു. അതും പോരാഞ്ഞ് അവൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പം ഷോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണോ? എവിടെയോ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. അതും പോരാഞ്ഞ് ഇന്ന് അവനെ കണ്ടപ്പം ഒരു നല്ലൊരു മണമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മണം ഇതുവരെ ഒരു ഹണ്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ പിറ്റേ ദിവസം ജീൻവോ മൈനിങ് വാക്കിന് വേണ്ടി പോവുകയാണ്. ജീൻവോനെ കണ്ടതും അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആ വെൽക്കം ചെയ്യുന്ന കണ്ടിട്ട് ജീൻവോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഈ ഒരു അനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ഡബിൾ ഡഞ്ചൻ അറ്റാക്കിന് മുമ്പ് അവൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അവനെ വെൽക്കം ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവരെ വെൽക്കം ചെയ്യുന്നത്. കുറേ നാളെ ഈ ഫീലിംഗ് കിട്ടിയിട്ട് ഇപ്പോൾ വീണ്ടും കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് അവൻ മിഷൻ ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറുന്നു. അതുപോലെ തന്നെ കയറിയതിനു ശേഷം അവൻ്റെ ജോലിയൊക്കെ അവൻ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവിടുത്തെ ടീമേറ്റ്സ് ഒക്കെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫസ്റ്റ് ജോലി കഴിഞ്ഞു, ഇനി അടുത്ത മിഷന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ടീമേറ്റ്സ് ഒക്കെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അല്ല ജിനോ, നീ ഡെയിലി ജോലിക്ക് വാ, ഇനി ശമ്പളം നിനക്ക് ഞാൻ കൂട്ടിത്തരാം. അപ്പോഴേക്കും ജിനോ പറയുന്നുണ്ട്, ഇല്ല സാർ ഈ ഒരു ദിവസത്തേക്കും കൂടെ ഞാൻ ഉള്ളൂ. അപ്പോഴാണെങ്കിൽ അവിടെ ഒരു അസോൾ ടീമിലത്തെ മെമ്പർ വന്നതിന് ശേഷം ആ ലീഡറിന് ഒരു കാര്യം ചോദിക്കുകയാണ്, നമ്മുടെ ടീമിലത്തെ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഒരാൾ ആവശ്യമുണ്ടല്ലോ. അപ്പോഴെങ്കിൽ ലീഡർ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ മറ്റേ ടീമിൽ പോയി ചോദിച്ചില്ലേ? അപ്പോഴെങ്കിൽ അവൻ പറയാണ്, ഇല്ല ആ ടീമിൽ ആരുമില്ല, ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ മതി, വലിയ ജോലിയൊന്നുമില്ല, ജസ്റ്റ് ലഗേജ് ക്യാരി ചെയ്യാൻ മാത്രമാണ്. അപ്പോഴെങ്കിൽ ലീഡർ പറയുന്നുണ്ട്, ഇല്ല സാർ നിങ്ങളെ ലെവലിൽ പറ്റി ഇവിടെ ആരുമില്ല, നിങ്ങൾ പൈസ തരാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വരാൻ പേരെടുക്കും, കാരണം അത് എ റാങ്ക് ഗേറ്റാണ്, അതിനകത്ത് മാജിക്കൽ ബീസ്റ്റൊക്കെ ഉള്ളതാണ്, ഞാൻ വന്നാൽ മതിയാവോ എന്ന് ജീൻവോ അവൻ്റെ കൈ പൊക്കെയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ പറയാണ്, എടാ ഒന്ന് മിണ്ടായി, അതിനകത്ത് കുറേ മാജിക്കൽ ബീസ്റ്റൊക്കെ ഉള്ളതാണ് സാർ, ഇവനൊന്നും അറിഞ്ഞൂടാ, കാര്യം അവൻ ഇന്നലെയാണ് ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ അവന് വലുതായിട്ടൊന്നും അറിയില്ല, അവനൊരു ഇ റാങ്ക് ഹണ്ടറാണ്. അപ്പോഴാണെങ്കിൽ അവൻ പറയാണ്, എന്ത് നീ ഒരു ഇ റാങ്ക് ഹണ്ടറാണോ, എന്നാൽ നീ മതി, നീ ഫിക്സ്ഡ് ആണെന്ന് പറയാണ് ജീൻവോൻ്റെ അടുത്ത്. എൻ്റെ പേര് സൻ ഹി ഹുൻ, ഞാനാണ് ഈ ഒരു സർജിക്കൽ ടീമിലത്തെ ലീഡർ. അവിടെ നിന്ന് കേട്ട് ജീൻവോ ഇപ്പോൾ ജോലിക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവരെ പോർട്ടലിന് ഫ്രണ്ടിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ ലീഡർ പറയാണ്, നേരത്തെ കാട്ടിൽ പോർട്ടലിൽ സൈസ് കൂടിയിട്ടുണ്ട്, പക്ഷേ മാച്ചിൽ സ്ട്രെങ്ത് ഇപ്പോൾ കുറവുണ്ട്, ഇത് എന്തായാലും സിമ്പിളാണ്. അപ്പോഴെങ്കിൽ ജീൻവോ പറയാണ്, 6 എ റാങ്ക് ഹണ്ടർ പിന്നെ 3 ബി റാങ്ക് ഹണ്ടേഴ്സും. മാജിക് സ്ട്രെങ്ത് എത്ര കുറവാണെന്ന് പറഞ്ഞാലും ഞാൻ റെഡ് ഗേറ്റിൽ കയറിയപ്പം എന്ത് ഫീൽ ചെയ്തു അത് തന്നെയാണ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ജീൻവോ ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ കൂടാതെ നടന്ന പെൺകുട്ടി ജീനോട് പറയാണ്, നീ പേടിക്കണ്ട, ക്യാപ്റ്റനുള്ളതുകൊണ്ട് നിന്നെ ആരും തൊടാൻ പോകുന്നില്ല. അപ്പോൾ ജീൻവോ ഒരു ബിഗിനറിനെ പോലെ ആ ഓക്കെ താങ്ക്സ് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൺ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാൻ ഈ മിഷൻ നല്ല വൃത്തിക്ക് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗിൽഡിലത്തെ ലീഡറായി മാറുന്നതായിരിക്കും. പെട്ടെന്ന് ടീമിലുള്ള എല്ലാവരും ഒന്നിനെയും കാണാതെ അവിടെ അലേർട്ട് ആവുന്നുണ്ട്. എന്താണെന്ന് ജീൻവോ നോക്കുമ്പോഴൊരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ നിന്ന് കുറേ ഡഞ്ചൻസ് ആയിട്ടുള്ള ഡോഗ്സ് വരുന്നുണ്ട് ഓടി. ആ പട്ടികളെല്ലാം ഇവരെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ ഇവരടുത്തൊക്കെ സോഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ പട്ടികളെല്ലാം മുറിച്ച് കൊല്ലുകയാണ്. അങ്ങനെ
ടീമിലുള്ള എല്ലാവരും ആ പട്ടികളെല്ലാം കൊല്ലുന്നുണ്ട്. അപ്പോൾ ടീമിലുള്ള ഒരു പെൺകുട്ടി പറയാണ് ഇതൊരു എ റാങ്ക് ഗേറ്റ് ആണല്ലോ, പിന്നെ തന്നെ സി റാങ്ക് പട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ കൊന്നിട്ടിരിക്കുന്ന ഒരു പട്ടിയെ നോക്കിയ ശേഷം ജീൻവോ പറയാണ് ഇതിനെ കഴുത്തിൽ കോളേഴ്സ് ഉണ്ടല്ലോ, അപ്പം ഇതിനാരെ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. ജീൻവോ പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ തന്നെ അവിടെ കുറെ റെഡ് മോൺസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ വരുന്ന മാജിക്കൽ ബീസ്റ്റിന്റെ പേരാണ് ഹൈ ഓർക്സ്. അപ്പോഴാണെങ്കിൽ അതിലൊരു മാജിക്കൽ ബീസ്റ്റ് ഒരു സ്പിയർ എടുത്ത് എറിയുന്നുണ്ട്. ആ സ്പിയർ എടുത്ത് എറിയുമ്പോൾ തന്നെ വളരെ പവറാണ് അവിടെ. അതിനുശേഷം ആ ടീമുള്ള എല്ലാവരും ആ മാജിക്കൽ ബീസ്റ്റിന് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരാൾ ഒരു ഫയർ വെച്ചൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫയർ അറ്റാക്കിലും ഒന്നും പറ്റുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടി ഒരു മാജിക്കൽ അറ്റാക്ക് കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് ചെയ്തിട്ടും ആ ബീസ്റ്റിനൊന്നും പറ്റുന്നില്ല. ഈ ഒരു ഫയർ മാജിക് ആണ് എൻ്റെ ഉള്ള ഏറ്റവും വലിയ മാജിക്. ഈ ഒരു മാജിക്കൽ പവർ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മാജിക്കൽ പോയിന്റ്സ് കൺസ്യൂം ചെയ്യും. അതിനുശേഷം ഒരു പെൺകുട്ടിനെ കാണിക്കുകയാണ്. ആ പെൺകുട്ടി മാർഷൽസ് ഒക്കെ വെച്ചതിന് ശേഷം കുറെ മാജിക്കൽ മോൺസ്റ്റേഴ്സ് എടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാജിക്കൽ മോൺസ്റ്റർ വന്നതിന് ശേഷം അവൾ സിംപിളായി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എല്ലാവരും ഹീലർ ഹീലർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹീലേഴ്സ് ആണെങ്കിൽ ഒരാൾ മാത്രമേ ഹീലർ ആയിട്ടുള്ളൂ ഈ ഒരു ടീമിൽ. അപ്പോഴാണെങ്കിൽ ആ ക്യാപ്റ്റൻ വലിച്ചു പറയുന്നുണ്ട് എല്ലാവരും 3 ടീമായിട്ട് സ്പ്ലിറ്റ് ആവും, എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ ഒരു ഓർക്ക് ഒരു ടീം മെമ്പറിന്റെ കൈ വെട്ടുകയാണ്. എന്നിട്ട് ആ ഓർക്ക് ആ ടീം മെമ്പറിനെ കൊല്ലാൻ വരുമ്പോൾ മറ്റേ പെൺകുട്ടി അവളുടെ മാജിക്കൽ പവർ ഉപയോഗിച്ചതിന് ശേഷം ഒരു മാജിക്കൽ സ്നേക്ക് ഉള്ളതിന് ശേഷം ആ ഒരു ഓർക്കിനോട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ടീമിലുള്ള ആ ഒരേ ഒരു ഹീലർ പെൺകുട്ടി വന്നതിന് ശേഷം ആ പോയ ഹണ്ടറിന്റെ കൈ അവിടെ തിരിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു ഓർക്ക് അവൾ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കാണ്. അവളെ വിധി എന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും ചെയ്ത് ആ ഒരു ഓർക്കിനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഓർക്ക് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജീൻവോ അവൻ്റെ മാജിക്കൽ പവർ വെച്ചതിന് ശേഷം ആ ഒരു ഓർക്കിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ജീൻവോ വളരെ ബ്രൂട്ടലി അവൻ്റെ മാജിക് ഉപയോഗിച്ചതിന് ശേഷം ആ ഓർക്കിനെ അവിടെ കൊല്ലുകയാണ്. അതിനുശേഷം ജീൻവോ അവൻ്റെ മാജിക്കൽ പവർ യൂസ് ചെയ്തതിനു ശേഷം അവരാരും അറിയാതെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് ഓരോ ഓർക്കിനെ കൊന്നുകൊണ്ട്. അത് ആ ഒരു ടീമിന് വലിയൊരു ഹെൽപ്ഫുൾ ആവാണ്. കാരണം അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഓർക്കൊക്കെ മരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ മറ്റേ മാർഷൽ ആർട്സ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന പെൺകുട്ടി സിമ്പിളായിട്ട് ഒരു ഓർക്കിനെ ഇടിച്ചു കൊല്ലുകയാണ്. ക്യാപ്റ്റൻ സൺ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്ന ആ ഓർക്കിനെ അവൻ്റെ സ്വോർഡ് വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ആ ഹീലിംഗ് ചെയ്യുന്ന പെൺകുട്ടി ക്യാപ്റ്റനോട് ചോദിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത്. അപ്പോഴാണെങ്കിൽ ക്യാപ്റ്റൻ പറയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഓർക്കിന്റെ പവർ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ തന്നെ ഞാൻ കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ ആ ഓർക്ക് മരിച്ചുപോയി. അതിനുശേഷം ക്യാപ്റ്റൻ അവിടേക്ക് ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലുമാണ് ഹെൽപ്പ് ചെയ്തതെന്ന്. അപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ആ പവർ ഇല്ല, ഇതേതോ അസാസിനായിട്ടുള്ള ഹണ്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി അവിടെ ജീനുവിനെ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ ജീനുവിനെ പറ്റി ആ പെൺകുട്ടിയാണ് മനസ്സിൽ പറയാണ് എനിക്ക് ഉറപ്പാണ് ഇവൻ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കുന്നതിന് ഇവനും കൂടെ ഒരു കാരണമാണെന്ന്. എന്തായാലും ഈ ഡൗട്ട് ഞാൻ ആർക്കും പറയുന്നില്ല. എന്നാൽ പെൺകുട്ടി അവളെ മനസ്സിൽ പറയാണ് ക്യാപ്റ്റൻ എന്താണ് പറയുന്നത്, ഇനി മുമ്പോട്ട് ഫൈറ്റ് ചെയ്ത് പോകണമെന്നാണോ അത് തിരിച്ച് പോകാമെന്നാണോ? നമ്മൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് ഹീലേഴ്സിനെ പിന്നെ കുറച്ച് ഫൈറ്റേഴ്സിനെ ആവശ്യമുണ്ട് നമ്മുടെ ടീമിലോട്ട്. അപ്പോൾ ജീൻവോ അവൻ്റെ മനസ്സിൽ പറയാണ് എന്തായാലും സണ്ണ് തിരിച്ചു പോകാനേ പറയുള്ളൂ. അതുപോലെ തന്നെ സണ്ണോട് പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴി ഒരു പോർട്ടൽ കാണുകയാണ്. ഈ പോർട്ടൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ മാജിക് സ്ട്രെങ്ത് ഉള്ള പോർട്ടലാണിത്. അപ്പോൾ തന്നെ അവിടെ ഒരാൾ പറയുന്നുണ്ട് ഈ ഒരു പോർട്ടലിലെ മാജിക് സ്ട്രെങ്ത് കാണുമ്പോൾ മനസ്സിലാവും ഈ പോർട്ടലിനകത്ത് ഏറ്റവും വലിയ പവറുള്ള ആരോ ഉണ്ട്. നമ്മൾ തിരിച്ചോളം തീരുമാനം എടുത്ത് നന്നായി, ഇല്ലെങ്കിൽ ഇതിനകത്ത് കയറി ഫൈറ്റ് ചെയ്ത് മരിക്കേണ്ടി വന്നേനെ. അങ്ങനെ ടീമുള്ള എല്ലാവരും ആ ഒരു ബാരിയർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കണം. പക്ഷേ അവിടെയുള്ള ആർക്കും ആ ബാരിയർ എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. കാര്യം ആ ബാരിയർ കേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജീൻവോ അവൻ്റെ മനസ്സിൽ പറയാണ് എന്തുകൊണ്ട് ഒരു ബീറൻ കണ്ടറിന് ഇപ്പോൾ മനസ്സിലായല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം വന്നപ്പം ഈ ഒരു പേരുള്ള കാര്യം നമ്മളാരും അറിയാതെ പോയത്. ആ ഒരു പോർട്ടൽ കേഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ ആ പോർട്ടൽ മാറ്റാൻ നോക്കിയ ആൾക്കാർക്കൊക്കെ എന്തോ പറ്റുകയാണ്. പെട്ടെന്ന് തന്നെ ഡിവൈൻ മാജിക് യൂസ് ആയി എന്ന് ക്യാപ്റ്റനോട് പറയാണ്. അല്ല എല്ലാവർക്കും എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടെ ഇഷ്ടംപോലെ ഓക്സ് വന്ന് നിൽക്കുകയാണ്. കൂടിപ്പോയ ഒരു 50 ഉണ്ടെങ്കിൽ അവിടെ കാണും. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു പോകുന്നതായിരിക്കും. കാരണം അവർ 50 പേരുണ്ട്, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതിലൊരു ഓർക്ക് അവരുടെ ഫ്രണ്ടിലോട് നടന്നു വരികയാണ്. ആ ഒരു ഓർക്ക് അവരുടെ വന്നതിന് ശേഷം എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു ഓർക്കിന്റെ ഭാഷയിൽ. അങ്ങനെ ഗ്ലിച്ചതിന് ശേഷം മനുഷ്യന്മാരുടെ ഭാഷയിൽ ആ ഒരു ഓർക്ക് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ പേര് കരി ഗൺഗൺ എന്ന് ആ ഓർക്കിന്റെ പേര് പറയണം, നമുക്ക് ഗർന്ന് വിളിക്കാം, കാര്യം ഇത് കുറച്ച് വലിയ പേരായി പോയി. അപ്പോൾ ക്യാപ്റ്റൻ ഗറിനോട് ചോദിക്കുകയാണ് നീയാണോ ഈ പേര് വിട്ടത്? അപ്പോഴെങ്കിൽ ഗർ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ്. അപ്പോഴെങ്കിൽ ക്യാപ്റ്റൻ ആ ഗറിനോട് ചോദിക്കുകയാണ് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് ട്രൈബിലത്തെ ഒരു മെമ്പറാണ്, അപ്പോൾ നിന്നെക്കാട്ടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോഴെങ്കിൽ ആ ഓർക്ക് പറയുകയാണ് എന്നെക്കാട്ടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നോ? ഞാൻ നിനക്ക് 2 ചോയ്സ് തരാം. ഒന്ന് നീ എന്നെ വന്ന് കാണണം, അല്ലെങ്കിൽ നീ എൻ്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ചാവണം. അപ്പോൾ സണ്ണ് പറയാണ് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. അപ്പോൾ തന്നെ അവിടെ ഓർക്കൊക്കെ തിരിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സണ്ണാണെങ്കിൽ ജീനുവിനെ വിളിച്ചതിന് ശേഷം പറയാണ് ഞങ്ങൾ ആ ബോസിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ബോസിനെ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് അവർക്ക് ഈ ബാരിയർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകും. ആ സമയത്ത് നീ ഇവിടെ നിന്ന് വെളിയിൽ പോകണം. നീ വെളിയിൽ പോയതിനു ശേഷം മെയിൻ ആർമറി ടീമിനെ ഇതിനകത്തോട്ട് പറഞ്ഞു വിടണം. അപ്പോഴാണെങ്കിൽ ജീൻവോ അവരോട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മരിക്കാൻ പോവുകയാണോ? അപ്പോഴാണെങ്കിൽ ആ ലീഡർ പറയുകയാണ് നമ്മുടെ ജോലി ജീവനോട് തിരിച്ചു പോകാമെന്നല്ല, ഗേറ്റ് ക്ലോസ് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് തന്നെ നീ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ ബുക്ക് എൻ്റെ ഫാമിലി കൊടുക്കണം. ഈ ബുക്ക് എൻ്റെ ഫാമിലിൻ്റെ സ്വത്താണ്. എനിക്കിതെല്ലാം കാണുമ്പം എനിക്ക് മറ്റേ ഡബിൾ ഡഞ്ചൻ ഇൻസിഡൻ്റ് ആണ് ഓർമ്മ വരുന്നത്. അന്ന് എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കി, പക്ഷേ ഇവിടെ എല്ലാവരും അവരുടെ ജീവൻ ബലി കൊടുക്കാനാണ് നോക്കുന്നത്. അങ്ങനെയൊന്നും നടക്കില്ല, നമ്മളെല്ലാവരും ജീവനോടെ തന്നെ ഈ പോർട്ടലിൽ നിന്ന് വെളിയിൽ പോകും എന്ന് ജീൻവോ അവരോട് പറയുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ചായനെ കാണിക്കുകയാണ്. ഇപ്പോൾ ചായനാണെങ്കിൽ സങ് ജിൻവോനെ കാണാൻ വേണ്ടി അവൻ്റെ വർക്ക് സ്പേസിൽ വന്നേക്കാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റനോട് ഇവൾ ചോദിക്കുകയാണ്
സങ്ജിൻബോ എവിടെയാണെന്ന്. അപ്പോഴെങ്കിൽ ക്യാപ്റ്റൻ പറയാണ് ജീൻബോ എയർ റാങ്ക് ഗേറ്റിൽ ഫൈറ്റ് ചെയ്യാൻ പോയിരിക്കുന്നവരെ ലഗേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ ഗേറ്റിൻ്റെ അകത്ത്. അവിടെ നിന്ന് കട്ടിയത് ഇപ്പോൾ ജീൻബോനെയും ടീമിനെയും കാണിക്കുകയാണ്. അവരിപ്പം ആ ഒരു ഗാർക്കിനെ കാണാൻ വേണ്ടി ആ ഓർക്കിൻ്റെ ക്യാസിൽ വന്നിരിക്കുകയാണ്. നോക്കുമ്പം ആ ക്യാസിൽ പല വെറൈറ്റിയുള്ള ഓക്സ് ഇരിക്കുകയാണ്. ആ ഒരു ക്യാസിൽ വളരെയധികം വലുതാണ്, വളരെ ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു ക്യാസിലാണത്. അവിടെ ത്രോണിൽ ഗർ ഇരിക്കുകയാണ്. അത് ഗറാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഗറിൻ്റെ ഫേസ് മാറ്റി ഒരു ഓർക്കിൻ്റെ ഫേസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗർ വെൽക്കം പറയുന്നുണ്ട് അവരോട്. അവിടെ വെച്ച് എപ്പിസോഡ് 5 എൻഡ് ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിലോട്ടുള്ള ലീഡാണ്. അടുത്ത എപ്പിസോഡിലോട്ട് സോളോ ലെവലിംഗ് വേറെ ലെവലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിലോട്ട് മിസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ട് സോളോ ലെവലിങ്ങിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ആഴ്ച ഈ ചാനൽ സ്പൈ എക്സ് ഫാമിലി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. കൂടെ തന്നെ ബ്ലീച്ച് എന്ന് പറഞ്ഞ അനിമയും കൂടെ മാനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 അനിമയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടെ തന്നെ നാളെ സാക്കമോറോ ഡേയ്സിൻ്റെ എപ്പിസോഡ് 5 കൂടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നാളെ സാക്കമോറോ ഡേയ്സിൻ്റെ എപ്പിസോഡ് 5 കാണും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.